ഇപ്പം രമ്യ പറയുന്നത് പല ആൾക്കാരും വിളിക്കുന്നുണ്ട് രമ്യയെ. രമ്യ പറയുന്നത് എൻ്റെ ചേട്ടൻ്റെ മോള് 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷം വരട്ടെന്നാണ്. ആ കൊച്ചിൻ്റെ ഇഷ്ടം അനുസരിച്ച്. ഇവിടെ രമ്യ അടുത്ത് പറയണത് രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്തണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയതിന് ശേഷം കൊച്ചവിടെ നിന്നാൽ മതി, നിന്റെ രണ്ടാം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ. ഇവിടെ രമ്യയ്ക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ കൊച്ചുപിള്ളേരെ കോടതിയുണ്ട്, കൊച്ചുപിള്ളേരെ കോടതി. ആ കോടതി രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്താൻ താമസിക്കൂല. പെൺകുട്ടിയാണെങ്കിൽ നിർത്തണമെങ്കിൽ ആ മരിച്ചുപോയ ആ പയ്യൻ്റെ വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിരിക്കണം. ആ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ നിർത്താൻ പറ്റുള്ളൂ. ഒരു അറിവില്ലാത്ത 6 വയസ്സായ ഒരു കൊച്ച്, മോള്, അറിവ് പോലും ഇല്ല. ആ കൊച്ചിൻ്റെ അടുത്ത് ക്ലാസ് കൊടുത്താണ് ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവിനെ അച്ഛ എന്ന് വിളിപ്പിച്ച രമ്യനടുത്ത് എനിക്ക് പറയണത്, നിന്റെ അതേ നാക്കുകൊണ്ട് തന്നെ നീ പറയും എൻ്റെ ചേട്ടൻ്റെ മോളെ കൊണ്ടുപോകാൻ പറയും. കൊണ്ടുപോയിട്ട് അതേപോലെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതിയെന്ന് നിന്റെ നാവ് കൊണ്ട് തന്നെ പറയും. കാരണം നിന്റെ കൂടെ നിൽക്കുന്ന നേതാക്കന്മാരും നേതാച്ചിയേക്കും ഒരു കോപ്പ് പറഞ്ഞുകൂടാ. എല്ലാം മണ്ടന്മാരും മണ്ടികളാണ്. ഗ്യാസിൻ്റെ റൂട്ടൊന്നും അറിയത്തില്ല. എന്തായാലും എനിക്ക് വലിയ പഠിത്തമില്ലെങ്കിൽ പോലും എന്തായാലും കുറച്ച് കേസായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് അറിവൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എനിക്കറിയാം. 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ രണ്ടാം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ച 10ഓളം പ്രതികളുടെ പേരിൽ കേസെടുത്ത് റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ രീതിയും ഇതിനകത്തുണ്ട്. അതറിയാമോ? അതാണ് ഈ കൊച്ചുപിള്ളേരെ കോടതി. ഈ കൊച്ചുപിള്ളേരെ കോടതി എന്ന് പറയുന്നത് ഒരു കാരണം വെച്ചാലും രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് ഏൽപ്പിക്കത്തില്ല. പെൺകുട്ടിയെ ഒരിക്കലും ഏൽപ്പിക്കത്തില്ല. അപ്പം ഈ രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്താൻ വേണ്ടി കൂട്ടുനിന്ന നിന്റെ രമ്യയുടെ വീട്ടുകാർക്കും രണ്ടാം ഭർത്താവിൻ്റെ വീട്ടുകാരും ഇതിനകത്ത് പ്രതികളാവും. നമ്പർ 1 ആയിട്ട് പ്രതികളാവും. അതുകൊണ്ടാണ് കോടതി എന്ന് പറയുന്നത്, ഈ കൊച്ചുപിള്ളേരെ കോടതി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 6 വയസ്സായ ആ മോക്ക് ഒരു അറിവ് പോലും ഇല്ല. ഈ രണ്ടാം ഭർത്താവ് നല്ലവനാണോ എന്നോ പോലും ഒരു അറിവും ഇല്ല. അവൻ്റെ അടുത്താണ് അവൻ നല്ല അച്ഛനെന്നും പറഞ്ഞുകൊണ്ട് നീ ഏൽപ്പിച്ചത്. അവന് ആ കൊച്ചിനെ വിട്ട് നിർബന്ധിച്ച് അച്ഛാന്ന് വിളിക്കണോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നീയൊക്കെ നിർബന്ധിച്ച്. അല്ലാതെ 6 വയസ്സായ മോള് പെട്ടെന്ന് കയറി ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവിനെ അച്ഛാന്ന് വിളിക്കൂല. കാരണം എൻ്റെ ചേട്ടനെ അച്ഛാന്ന് വിളിച്ച് വളർന്ന ഒരു കൊച്ചാണ്. അപ്പം രണ്ടാമത് ഒരുത്തനെ കാണുമ്പോഴേ നിർബന്ധിച്ച് അച്ഛാന്ന് വിളിക്കൂല. അവിടെ എല്ലാം നിങ്ങളെല്ലാം കൂടെ നിർബന്ധിച്ച് അതിനെ വിട്ട് വിളിപ്പിച്ച് ഒരു അറിവില്ലാത്ത കൊച്ച്. അപ്പം ഇവിടെ രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്തണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാവണം കേട്ടാ, പെൺകുട്ടിയാണെങ്കിൽ. പിന്നെ ആ രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്തണമെങ്കിൽ നമ്മളെ സമ്മതം വേണം, പയ്യൻ്റെ വീട്ടുകാരുടെ സമ്മതം വേണം. എങ്കിൽ മാത്രമേ അവൻ്റെ അടുത്ത് നിർത്താൻ പാടുള്ളൂ. അപ്പം അതുകൊണ്ട് ഇത്രയും ദിവസം നിങ്ങളെല്ലാവരും കൂടെ പിടിച്ചു വച്ചിരുന്നില്ലേ, അതിന് നിങ്ങൾക്ക് നമ്പർ 1 ആയിട്ടൊരു കേസ് വരുന്നുണ്ട് കേട്ടാ. ഇത് ലാസ്റ്റിൽ ഇത് നല്ലൊരു സംസ്ഥാനങ്ങളാകുമ്പോൾ ചൈൽഡ് കോടതി, ആ കോടതി ഈ കൊച്ചിനെ മാറ്റി നിർത്തും. അത് ഞാൻ മാറ്റി നിർത്താൻ ആവശ്യപ്പെടും കേട്ടാ, പിന്നെ ഇതിനകത്ത് കുറെ വില്ലന്മാരും വില്ലത്തികളുമുണ്ട്. എനിക്ക് പറയാനുള്ളത്, നീയൊക്കെ കണ്ടം വഴി ഓടും. നീയൊക്കെ ഇവിടെ എൻ്റെ ഫ്രണ്ട് നീയൊക്കെ കാണൂല. ഞാൻ എരുത്തവരൊന്ന് ഇറങ്ങുമ്പം നീയൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കാണൂല. രമ്യ എന്നെ ലാസ്റ്റ് പറയും, നിങ്ങൾ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം വെറുതെ ആയെന്ന്. ഈ രമ്യയുടെ ആൾക്കാരും പല നേതാക്കന്മാരും കാട്ടിക്കൂട്ടി വെച്ചതെല്ലാം വെറുതെയായി. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പം പറയാനുള്ള ഈ 18 വയസ്സിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടേണ്ട കാരണം. അപ്പൊ ഒരു കാരണം വെച്ചാലും ഒരു അറിവ് പോലില്ലാത്ത പെൺകുട്ടിയെ രണ്ടാം ഭർത്താവിന്റെ കസ്റ്റഡിയിൽ നിർത്തണമെങ്കിൽ ആദ്യത്തെ അച്ഛൻ്റെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ അറിയിച്ചും കൊണ്ടാണ് രണ്ടാം ഭർത്താവിൻ്റെ അടുത്ത് നിർത്തേണ്ടത്. അങ്ങനെ നിർത്താൻ പെൺവീട്ടുകാർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയെ
6 വയസ്സായ ഈ മോളെ, എൻ്റെ ചേട്ടൻ്റെ മോളെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്. ഈ കൊച്ചു പിള്ളേരെ നോക്കുന്ന കോടതിയുണ്ട്, കൊച്ചു പിള്ളേരെ നോക്കുന്ന കോടതി, ആ കോടതിയിൽ ഏൽപ്പിക്കുക. ഇവർക്ക് രമ്യക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ കൊച്ചിനങ്ങ് മാറ്റുക. അപ്പൊ കോടതിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചേട്ടൻ്റെ മോളെ നോക്കും. അപ്പൊ രമ്യക്കോ ഇപ്പോഴത്തെ രണ്ടാം ഭർത്താവിനോ രമ്യയുടെ ആളുകൾക്കോ രണ്ടാം ഭർത്താവിൻ്റെ ആളുകൾക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കിവിടെ കോടതിയായാലും പോലീസിൻ്റെ അടുത്തും പറയാനുള്ളത്, അതേപോലെ നമ്മുടെ ഈ ബാറ്റ അടുത്ത് പോലീസുകാരുടെ അടുത്തും പറയാനുള്ളത്, എന്തായാലും ഞാൻ എരുത്താവൂരിൽ ഞാൻ ഇറങ്ങും. എരുത്താവൂർ ഇറങ്ങി എൻ്റെ ചേട്ടൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങും. ആ കേസ് എന്തായാലും കോടതിയിൽ ഇവിടെ ബാറ്റ അടുത്ത് വരും. ബാറ്റ അടുത്ത് വരുമ്പം ഇത് ചൈൽഡിൽ അറിയിക്കണം. എൻ്റെ ചേട്ടൻ്റെ മോളെ 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ രണ്ടാം ഭർത്താവിൻ്റെ കസ്റ്റഡിയിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഏൽപ്പിച്ച പ്രതികൾ 10ഓളം പ്രതികളുണ്ട്, ആണും പെണ്ണും. ഇവരെ പേരിൽ കേസെടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് ബാറ്റയുടെ പോലീസ് SI ആയാലും CA ആയാലും ദയവ് ചെയ്ത് ആവശ്യപ്പെടണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് ചൈൽഡിൽ ഏൽപ്പിച്ചാൽ മതി, ചൈൽഡിൽ. പിന്നെ എനിക്കിപ്പോൾ കേസായിട്ട് ബന്ധപ്പെട്ട് പോകാൻ അറിയാം, പക്ഷെ ഇവർ എൻ്റെ പേരിൽ കേസ് എടുത്ത് വരണം, എങ്കിൽ ഇത് പൊളിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. സന്തോഷ് ഉച്ചകട, വിഴിഞ്ഞം.